ആരും ഇല്ലേന്ന് വെച്ചു തുറക്കാൻ പറ. ഈ ആദ്യക്കൂട്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തരത്തില്ല കേട്ടോ. ഞാനാണോ? ഓക്കെ കേട്ടോ, വീഡിയോ കണ്ടാൽ മതി കേട്ടോ, വീഡിയോയിൽ കാണാം കേട്ടോ. ഇതാ അറിയാല്ലേ? ആ അപ്പൊ ശരി, ഓക്കെ. ആ ഓ ആദ്യക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടിനെ കിളിയെ കാണണമെന്ന്, അങ്ങനെ കിളിയെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ആദ്യക്കുട്ടാ വണ്ടി വരുന്നുണ്ടല്ലേ? ഇത് കിളിയല്ലേടാ, കോഴിയെ കാണത്തില്ല കേട്ടോ. ശരിക്കും കാണാവോ? കണ്ട ആ കൂട്ടിൽ കണ്ട കിളി ഇരിക്കുന്നേ, കൊച്ചത് കണ്ടു കേട്ടോ. ആ കൂടിനകത്ത് കൂടി കിളി ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ കമ്പിവല ഇട്ടേക്കുന്നുണ്ട്, വീഡിയോയിൽ കാണത്തില്ല. സത്യമാണോ? നല്ല രസമുണ്ട് കാണാൻ, ഒരുപാടുണ്ട് ഇതിനകത്ത്. ആ അതെ, ഇങ്ങനെ അടുക്കടുക്കടുക്കായിട്ട് കൂടെ ഒരുപാടുണ്ട്. ഉണ്ട്, അങ്ങോട്ടുണ്ട് കേട്ടോ. നമ്മൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയിലാണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലാട്ടോ നിൽക്കുന്നത്. വണ്ടി എടുത്തിട്ടുണ്ട്. മമ്മി വിളിക്കുന്നുണ്ടൊന്ന് ഫോൺ എടുക്കട്ടെ. കമ്പിവല ആയതുകൊണ്ട് വീഡിയോ ഉണ്ട്, ആ കിളീനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാടിയുള്ള മുയലാ? ആ മുയൽ പിന്നെ സർവ്വസാധാരണ മുയൽ. ആ ഇത് ഇവിടെ ഇതുപോലത്തെ ഗ്രില്ലാണെങ്കിൽ നല്ലോണം എടുക്കാം. എവിടെ? ആ വേറൊരു സാധനമല്ല, ഇതിൻ്റെ മണ്ടേ കണ്ടോ ഇരിക്കുന്നത്? അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? അതിനെ കാണാൻ പറ്റത്തില്ല, ഇത് ഗ്രില്ല് ഫോക്കസ് ആവുള്ളൂ. ആ അടിപൊളി സാധനം കേട്ടോ, ഭയങ്കര ഒരു കിളിയാ കേട്ടോ. ആ എന്തായാലും കൊള്ളാം. അതിൽ കൂടെ കണ്ടോ? അത് മുഖമൊന്നും മുട്ടിക്കല്ലേ. ബാ പോവാം, നമുക്ക് പോവാം, ബാ നോക്കാം, ബാ. പ്രാവുണ്ട്, വെള്ളപ്രാവുണ്ടോ? പ്രാവിനെ കണ്ടോ? വെള്ളപ്രാവ്. ആ മൊത്തത്തിൽ 2 വല ഇട്ടേക്കും, അതുകൊണ്ട് ഒന്നും കാണത്തില്ല. നമുക്ക് നോക്കിയാൽ കാണാമെന്നല്ലാതെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. ചെറിയ കിളികളൊക്കെ ഒത്തിരി ഉണ്ട്, ചെറിയ കിളികളും ഒരുപാട് സാധനമുണ്ട്. ബാ നമുക്ക് പോവാം. ആ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാം, ബാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് എന്നും ഈ ഹോസ്പിറ്റൽ വീഡിയോസ് മാത്രമേ ഉള്ളൂ എന്ന് ഒരുപാട് പേര് പറയും, സാധ്യതയുണ്ട്. കാരണം ആ മാസത്തിൽ 15 ദിവസം ഹോസ്പിറ്റലും 15 ദിവസം വീട്ടിലും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷമെങ്കിലും ഹോസ്പിറ്റലിൽ കയറ്റം കുറയുമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റൽ 2026 തുടങ്ങി ഏറ്റവും കൂടുതൽ ദിവസം ഹോസ്പിറ്റലായിരുന്നു തോന്നുന്നല്ലേ? അപ്പോൾ ആദ്യക്കുട്ടനുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാണ്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? വയറുവേദനയൊക്കെ ആയിരുന്നു അവന്. അതെ, വയറുവേദന കുറച്ച് ദിവസമായിട്ട്, 2 ആഴ്ചയായിട്ട് അവനത് ഇങ്ങനെ നമ്മൾ അവിടെയൊക്കെ കൊണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല, എന്നിട്ട് കുറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ വന്നു. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും കുറയാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ രാജഗിരിക്ക് പോവാ. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നു, മരുന്നൊക്കെ മേടിച്ചു, അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കുറേ നമ്മുടെ വന്ന വഴിക്ക് 2 പിള്ളേരെ കിട്ടി നമുക്ക്. അവര് സബ്സ്ക്രൈബേഴ്സ്, അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മൾ അറിയുന്ന ഒരുപാട് പിള്ളേര്. പിന്നെ അവർ ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് ചോദിച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് ആണ് അറിയുന്നത്. അല്ല, നമ്മളാന്ന് അറിയുന്നവരങ്ങനെയാ. അത് നമ്മളറിയുന്നത്. അതെ, നമ്മളറിയുന്നതും അതെ, നമ്മളാന്ന് അവരും അറിയുന്നത്. അതെ കേട്ടോ. അതെ. അപ്പൊ എന്തായാലും അവരുടെ കൂട്ടത്തിലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നു, മരുന്ന് മേടിച്ചു. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ചെറിയ മരുന്നുകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെ നമ്മൾ അവരുടെ ആവക്കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് ആദ്യകൂട്ടം ജുമാഞ്ചി പോണം. അത് ഇവിടുത്തെ ഒരു പിള്ളേരുടെ ഒരു പാർക്കാണ് ജുമാഞ്ചി എന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ ഒരു ഹൈപ്പർമാർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പാർക്ക്. പിള്ളേർക്ക് ഈ 3D ഗെയിംസും വലിയ കാരം ചാടാനും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, വണ്ടി ഓടിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കയറണം എന്ന് പറഞ്ഞ് കിടന്ന് അതായത് നമ്മുടെ ടിവിയിൽ ഇതിന്റെ പരസ്യം കാണും. നമ്മൾ TV ഓണാക്കി കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവരുടെ ഈ പരസ്യമാണ് വരുന്നത്. ഏറ്റവും ആദ്യം ഈ ഇടുക്കി വിഷനിൽ ഇവരുടെ പരസ്യമാണ് വരുന്നത്. അപ്പൊ അത് കാണുമ്പോഴേ അവൻ പറയും ജുമാഞ്ചി പോണം. പിന്നെ ജുമാഞ്ചി പോണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് മൊത്തം ജുമാഞ്ചി പോണം. സാധാരണ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാതിരിക്കുന്നവനാണ്. ഇന്ന് ഈ പ്രാവശ്യം എന്തായാലും അവൻ ജുമാഞ്ചി പോകേണ്ടതുകൊണ്ട് ചാടി ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ജുമാഞ്ചി പോകുന്നില്ല, അവരുടെ അടുത്ത് ആദ്യം പോന്നു. അപ്പൊ ഞങ്ങൾ വരുന്നുണ്ട്, ചോറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പോയി ചോറൊക്കെ ഉണ്ട്
ഉണ്ടാക്കി വെക്കണം എന്ന് പ്രത്യേകം എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങളുടെ ചോറ് തന്നെ മതി എന്ന് പറഞ്ഞേക്കുന്നത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടെ പോയി ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കണ്ട് നമ്മളെ ഇറങ്ങും. സാധാരണ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് എസ്കേപ്പ് ആവുക ചെയ്യുന്നത്, കാരണം ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവൻ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കും. പോരാ, ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ട് പെട്ടുപോയായിരുന്നു. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സമയത്തൊക്കെ, അതായത് ഇപ്പൊ ഇവന് ഭയങ്കര തിരിച്ചറിവായല്ലോ, അവൻ അവിടെ നിന്ന് കളിക്കണം, അവിടെ നിന്ന് പോരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടുപോയായിരുന്നു. പക്ഷെ ഇനി ഇന്നെന്തായാലും അവൻ അവിടെ നിൽക്കുകയാണെന്ന് അറിയാം. കാരണം പാട്ടോണായി കോഫി ആയിക്കോട്ടെ. അതെ, അവളുടെ കൈ കഴിച്ചെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട്. നല്ല വെയിലാട്ടോ. ഇന്നലെ ഞാൻ നല്ല മൂടലായിരുന്നു. എന്തോ പ്രത്യേക തരം കാലാവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എവിടെയോ ഞാൻ വായിച്ചു. പ്രത്യേക ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ്. ചില സമയത്ത് ഭയങ്കരമായ മൂടൽ വരും, ചില സമയത്ത് ഭയങ്കര. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വെള്ളം നല്ലപോലെ കുടിക്കണം എന്നൊക്കെ മെസ്സേജുകളൊക്കെ കണ്ടു. ഈ ആദ്യക്കൂട്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തരത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. ജസ്റ്റ് ഒന്ന് സിമാസൊക്കെ ഇട്ട് ഒരു ലോഡ് തുണി ഇപ്പം മിക്കവാറും എടുക്കും. ഇപ്പൊ കാണാം, ഇപ്പൊ എൻ്റെ ഫോണിനകത്തുള്ള മുഴുവൻ തീരുമെന്ന് കാശല്ലേ. എന്നാ പോട്ടെ, കയറി പോട്ടെ. കുറേ നാളായി ഇവിടെ വന്നിട്ട്. വേറെ എല്ലായിടത്തും കയറുന്നുണ്ട്. ഇല്ല, എന്നാ പോട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അതെ, അതൊരു വീടാണല്ലോ. ഒരാൾ ഇവിടെ 1 2 3 എന്നീ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് 8 7 അവനെ കൊഞ്ചുവാ, നല്ലതല്ലേ 2021 തൊട്ട് ഇനി പറയും അവൻ. ആരും ഇല്ലെന്ന് തോന്നുന്നു. 21 പറഞ്ഞേടാ. ഇതെന്നാ തേനീച്ചയാ? തേനീച്ചല്ലേ അത്? ചെറുതേനാണല്ലോ. ചെറുതേൻ കുത്തൊന്നുമില്ല. പന്തേന പെരുന്തേനോ അങ്ങനെ എന്തോ. താണ്ടേ എത്തിപ്പോയി. തുറക്ക്. ആരും ഇല്ലേ വെച്ച്? ആരും ഇല്ലേന്ന് വെച്ച് തുറക്കാൻ പറ. കഴിഞ്ഞ വിളിച്ച് വന്നു ചേട്ടാ. തോന്നി അച്ഛ ചെരുപ്പ് തന്നെ ഉരുകിയാണ്. ഇല്ല, അവളുടെ ഒച്ച കേട്ടല്ലോ. ആണ്ടേ പോണു. ഞാനാണോ? ആഹാ, രാവിലെ ചായ നമ്മൾ വിളിച്ചെഴുന്നേറ്റ് വരുന്ന ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കിടന്ന് ഉറക്കുക കേട്ടോ. എൻ്റെ അപ്പുറം ഇപ്പുറയാണ്. രാവിലെ ഇവർ രണ്ടുപേരും വന്ന് കിടക്കുന്ന. ഒരാൾ അമ്മയുടെ കൂടത്തിൽ ഇത് അപ്പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് എൻ്റെ കൂടത്തിൽ കിടക്കും രാവിലെ. എന്നാടാ വേണ്ടേ? പുതപ്പ് വേണ്ടേ? ഒരാളെ എഴുന്നേറ്റിട്ടില്ല, ഒരാൾ ഭയങ്കര ഉറക്കമാണ്. നമ്മൾ ആദ്യക്കുട്ടിനെ കൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. അവരുടെ അടുത്തുനിന്ന് വന്ന് അവിടെ കയറുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, വീഡിയോ കട്ട് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീണ്ടും വേറൊരു യാത്രയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് മറ്റേ വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പോകുന്ന വഴിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. തന്നെ കാണിക്കുന്നേ പൊന്നെ അന്നൂട്ടി കൊണ്ടുപോകാൻ ഞങ്ങൾ പോയി കഴിഞ്ഞ ദിവസം കാത്തിട്ട് ചേട്ടായി എണീക്കുന്നുണ്ട്. ചേട്ടായി എണീറ്റില്ല പൊന്നെ. ചേട്ടായി വിളിച്ച് എണീക്കാ എണീറ്റേ അല്ലേ? നമുക്ക് കളിച്ചാ നോക്കാം. ആ പൊന്നു പറയുന്ന കേട്ടോടാ, എണീക്കടാ. ആദ്യകൂട്ടോ ആദ്യകൂട്ടാ ആയിക്കോട്ടാ എണീക്കടാ.
ആദിക്കുട്ടാ എന്നാടാ? അയ്യോ എന്നെ അടിച്ചോണോ? അതിനെത്തന്നെ അടിച്ച അമ്മീ അടിച്ചേ. അയ്യോ എന്റെ ദൈവങ്ങളൊക്കെ കൊഞ്ചുന്നു. എന്റെ ദൈവം എന്നാടാ കൈ പോയോ? അവിടെ ഇടിച്ചോ? അപ്പം ഞാൻ കണ്ടില്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അവിടെ ഒന്നും ഇടിച്ചില്ല. ഇവിടെ ഇടിച്ചോ? അവിടെ ഇടിച്ചില്ല. ഈ തല കൊണ്ട് ഇടിച്ചോ? ആ ഇന്നലെ ഇടിച്ചല്ലേ? ഓ അതാ പറയുന്നത്, ഇന്നലെ തല പോയി ഇടിച്ചെന്ന് അവിടെ. ഹായ് എന്നാ എന്നാടാ എന്നാടാ എന്നാ എന്ത് ചെയ്യുന്ന ഉടനെ? ഉറക്കത്തിൽ നിന്ന് ഏറ്റവും മുഖത്തത് കാണുവേ. ആദ്യയോടെ ഏറ്റുപാടാന്ന് പറയുന്നത്. ആദിക്കുട്ടാ അല്ലേ? അവനോട് ഏറ്റു വന്നാൽ അവർക്ക് കളിക്കാനാണല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ വിളിക്കുന്നത്. എന്നാൽ അവൻ ഏറ്റു വന്നു കഴിയുമ്പോൾ തട്ടുമുട്ടൊക്കെ കൊടുക്കും. എന്നാലും അതൊന്നും ഒരു വിഷയമല്ല. പാവം ഭയങ്കര എപ്പോഴും അതിൻ്റെ പുറകെ ഉണ്ട്. രണ്ടുകൂടെ ഒന്നിച്ച് എന്ത് ദൈവമേ. ഓ എന്നാടാ കാണിക്കുന്നത്? ഓ ഓ ഓ എന്നെ മസാജ് ചെയ്യണോ? നെഞ്ച് CPR തരും എനിക്ക്. എന്നാ ചോ എന്നൊക്കെ കാണിക്കുന്നത്? അതൊക്കെയാണ് ഏറ്റവും വരാൻ പറയുന്നത്. ആദിക്കുട്ടോ ഏറ്റു പാടാ. കണ്ണൊക്കെ തുറന്ന് ഏറ്റുപാ. കണ്ണൊക്കെ തുറന്ന് കിടക്കുകയാണേ ആദിക്കുട്ടന്. മൂടായി വരണമെങ്കിൽ സമയം എടുക്കും അല്ലേ? ചേട്ടായി എന്നെ കടിക്കുന്നു. കടിക്കല്ലേ, എന്റെ തുണി കടിച്ചു കൊടുത്തെടുക്കുന്നു. എന്നെ കടിച്ചിട്ട് നോക്കും വന്നിട്ട്. ചേട്ടായി കഴിച്ചു പോക്കടി. ലൈറ്റ് ഇടാം നമുക്ക്. ലൈറ്റ് ഇടാ. അയ്യോ ആദിക്കുട്ടന് വെട്ടം വന്നപ്പോഴത്തേക്ക് എന്താ പോലെ. ഐഫോണിൽ ലൈറ്റ് ഓൺ ആക്കണോ? ഗുഡ് മോർണിംഗ് ബോയ്. ഗുഡ് മോർണിംഗ്. അതേ കേൾപ്പൊന്നൊരു ഗുഡ് മോർണിംഗ്. എന്റെ പേര് കുത്തിയിരിക്കുന്നു. അതേ ആദിക്കുട്ടിൻ്റെ അടുത്ത് ചെന്ന് കേട്ടോ. എന്തോ കാണിക്കൂ. ഓ എന്നാടാ മോനെ? അന്നെ പാത്തിയോ? താട്ട് പോട്ടോ, താട്ട് പോയി വീഴും. അന്നെ പാത്തിയെ കേക്ക്. എന്തൊരു ചാട്ടോ കളിയാണോ രാവിലെ ഏറ്റത്. പല്ലൊക്കെ തേക്കണ്ടേ നമുക്ക്? പല്ല് തേക്കണ്ടേ? എന്റെ കഷത്തിൽ കയറി ഇരിക്ക. ചക്കരമുത്തേ അത് ചേട്ടായി എലീറ്റ് എന്തോ ഉരുമ്പോ എടുത്ത് ചേട്ടായിക്ക് എന്തോ ഉരുമ്പോ ചുറ്റി എടുക്കാം. ഉരുമ്പോ എടുത്തേ ബേബിക്ക്. ബേബി ഉരുമ്പോ എടുത്തേടാ ചേട്ടായിക്ക്. അയ്യോ കൈ മുറിച്ചെന്ന്. ഇന്നലെ ചേട്ടായി ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ് അതിൻ്റെ ഹൈറ്റ് കുറച്ചതാണ്. അതിനിടയ്ക്ക് പോയി ജാമായിട്ട് കുറച്ച് മുറിഞ്ഞു അല്ലേ? എൻ്റെ പോലെ ചേട്ടായി കെട്ടിപ്പിടിക്കുന്നു. ഇടിക്കും കൂട്ടിയിടിക്കല്ലേ ചേട്ടാ. എന്തോ ചിറ്റി എടുക്കണോ? ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നതാണ്. ചിറ്റി എടുക്കണമെന്ന് കേട്ടോ രണ്ടുപേരും. കൊച്ചിന് തരണോ? അപ്പോൾ ഓക്കെ, കൊച്ചിന് ചിറ്റി എടുക്കാൻ ഫോൺ കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്.